പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതം, മോർണിംഗ് മന്ന ആത്മീക സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവിൽ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, വചനം ധ്യാനിക്കാൻ ഈ പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കിയല്ലോ. സ്തേഫാനോസിൻ്റെ മരണത്തോടു കൂടെ സുവിശേഷത്തെ അമർച്ച ചെയ്യാമെന്ന് പൈശാചിക മണ്ഡലങ്ങളെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ സുവിശേഷം നിർത്താൻ കഴിയത്തില്ലെന്നുള്ളതാണ് 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാട്ടുതീ പോലെ അത് പടർന്ന് പന്തലിക്കും, ദേശങ്ങളിൽ പടരും, പിടിച്ച് അടക്കാൻ നോക്കുന്നവരെ അത് കത്തിക്കും. പ്രതികൂലം വന്നത് സുവിശേഷം പടരുന്നതിന് മുഖാന്തരമായതായിട്ടാണ് ഈ 8-ാം അധ്യായത്തിൽ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു കേട്ടോ. ഈ സ്തേഫാനോസിൻ്റെ ഉപദ്രവം, ഈ വിഷയം നിമിത്തം പലരും അപ്പോസ്തലന്മാർ ഒഴികെ സഭ ചിതറിപ്പോയതല്ല, ദൈവം അങ്ങനെ ആക്കിയതാണ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ ദൈവനാമ മഹത്വത്തിനാക്കി മാറ്റും. ദൈവനാമ മഹത്വത്തിനാക്കി ദൈവം മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ആ പ്രതിസന്ധി ഉണ്ടല്ലോ, ആ വിഷമം ഉണ്ടല്ലോ, ആ വേദനാജനകമായ കണ്ണുനീരൊഴുക്കുന്ന വിങ്ങിപ്പൊട്ടുന്നത് പോലെ ആ വിഷയം ഉണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി കർത്താവ് തീർക്കും. ഇവിടെ ചിതറിപ്പോയി കേട്ടോ, ആൾക്കാരെല്ലാം ചിതറിപ്പോയി. പക്ഷേ ചിതറിപ്പോയവർ സുവിശേഷം അറിയിക്കുവാൻ അതിനെ മുഖാന്തരമാക്കി മാറ്റി. അവർ സുവിശേഷത്തിനെതിരായിട്ടൊന്നും നിന്നില്ല. കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക്, കർത്താവിനെ ടേസ്റ്റ് ചെയ്തവർക്ക്, അവർക്ക് കർത്താവിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. അല്ലാതെ വസ്തുവിൻ്റെ കച്ചവടം നടക്കാനും, രോഗം മാറാനും, കടപ്പാരം മാറാനും, കൊച്ചിൻ്റെ വിവാഹം നടക്കാനും ഒക്കെ വന്നവർക്ക് ചിലപ്പോൾ അത് കിട്ടിയിട്ട് കർത്താവിന് പോയെന്നിരിക്കും. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർ ഒരിക്കലും കർത്താവിന് തള്ളിപ്പറയത്തില്ല. ആമേൻ. നമ്മൾ അങ്ങനെ ആ കൂട്ടത്തിലുള്ളവരല്ലേ? ആമേൻ. നോക്കിയേ, ഇതിനകത്ത് അടുത്തൊരു ഭാഗം കാണാൻ കഴിയുന്നത് 8-ാം അധ്യായത്തിൽ ദേശശക്തികളുടെ മേൽ ദൈവാത്മാവിന് നിയന്ത്രണം ഉണ്ടെന്നുള്ളതാണ്. ഷീമോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആഭിചാരം ചെയ്ത് ശമര്യയിൽ താൻ മഹതി എന്ന് പറയുന്ന ദൈവശക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനതയെ മുഴുവൻ ഇങ്ങനെ പരിഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ശമര്യയിൽ കടന്നേന്ന് അങ്ങോട്ട് സുവിശേഷം പറയുന്നു. വെളിച്ചത്തിന് മുമ്പ് ഇരുട്ടിന് നിൽക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഒറിജിനലിന് മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് നിൽക്കാൻ പറ്റുമോ? അന്നും ഇന്നും എന്നും ഒറിജിനലിനെ വെല്ലാൻ ഡ്യൂപ്ലിക്കേറ്റിന് കഴിയത്തില്ല, കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ടും നടക്കത്തുമില്ല. സുവിശേഷം ഒറിജിനലാണേ, യേശു റിയലാണേ, സത്യമാണേ. ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാകാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. മുറുകെ പിടിച്ചോണേ, മാന്യത വെളിപ്പെടും. ഫിലിപ്പോസ് അത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? ശീമോനും ദൈവസന്നിധിയിലേക്ക് വരാൻ, ഹല്ലേലൂയ, അത് മുഖാന്തരമായിട്ട് മാറാനിടയായിത്തീർന്നു. ഫിലിപ്പോസിനോട് ചേർന്ന് സുവിശേഷത്തിൻ്റെ വക്താവായിട്ട് അവൻ മാറപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് അടുത്ത നമ്മൾ കാണാൻ കഴിയുന്നത് സുവിശേഷം അതിൻ്റെ അടുത്തൊരു തലമുണ്ടെന്നുള്ളതാണ്. ഫിലിപ്പോസ് ദൈവത്തെ അനുസരിച്ചപ്പോൾ ശമര്യയിൽ വലിയൊരു സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദൈവം പറഞ്ഞ്, ഒരു നിർജ്ജന പ്രദേശത്തേക്ക് നീ പോകുക. പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയും. അവന് വേണേൽ പറയാം, ഞാൻ കർത്താവ്, ഞാൻ വലിയ സഭയുടെ പാസ്റ്ററായി, എനിക്കിപ്പോൾ പറ്റത്തില്ല, വ്യസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല പറയാം. പക്ഷെ ഫിലിപ്പോസിനെ അറിയാം, പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് നിർദ്ദേശമുണ്ട്. സ്തോത്രം. അങ്ങനെ നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 8-ാം അധ്യായത്തിൽ വേറെ കാര്യമുണ്ട്, നാളെ നമ്മളത് ചിന്തിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. സുവിശേഷത്തെ നിർത്താൻ ഒരു ശക്തിക്കും ഒരിടത്തും കഴിയത്തില്ല, അത് കാട്ടുതീ പോലെ പടരുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. പ്രതികൂലം വന്നത് സുവിശേഷം പടരുന്നതിന് കാരണമായെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ.
ദേശശക്തികളുടെ മേൽ ദൈവാത്മാവിന് നിയന്ത്രണമുണ്ടെന്നുള്ള കാര്യം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനം കേട്ട നിങ്ങൾ ഇന്ന് തൊട്ട് ആമേൻ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഭാഗമാകണം കേട്ടോ. ഹല്ലേലൂയ. പല രീതി ചെയ്യാം. ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്നെ ഏത് രീതിയിലാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്, ഞാൻ റെഡിയാണെന്ന് പറയണം. ബാക്കി കർത്താവ് ചെയ്തോളൂ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.